ഗ്രീൻ ബനാന മെഴുക്ക് പുരട്ടി, പച്ചക്കായ മെഴുക്ക് പുരട്ടി അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടാക്കാൻ ഞാൻ 2 നേന്ത്രക്കായ പച്ചക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സവാളയും 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി തോല് കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നാൽ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ച പച്ചക്കായ ഇട്ട് കൊടുക്കാം. പച്ചക്കായ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കായ ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചക്കറിയുടെ എല്ലാ ഭാഗങ്ങളും എത്തി നന്നായി മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിപ്പിച്ചെടുക്കണം. പച്ചക്കറി കുറച്ച് വേവുണ്ട്, അതൊന്ന് വേവിപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെന്ത് വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പച്ചക്കായ ഒന്നും കൂടി ഒന്ന് വേവിപ്പിച്ചെടുക്കാം. പച്ചക്കായയുടെ കളറെല്ലാം മാറി മഞ്ഞളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. സാധാരണ തേങ്ങ ചിരകിയതാണ് ആഡ് ചെയ്തത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്തത്. തേങ്ങ ആഡ് ചെയ്ത് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഈ പച്ചക്കറിയുടെ എല്ലാ ഭാഗങ്ങളും എത്തുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇനി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിലൊന്ന് വേവിപ്പിച്ചെടുക്കാം. സമയം കഴിഞ്ഞ് നമുക്ക് അടുപ്പ് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കായ മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. ഗ്രീൻ ബനാന മെഴുക്ക് പുരട്ടി. നമുക്കിത് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാം. വേണമെങ്കിൽ വേറെ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് ചോറ് തിന്നാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.